بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: أفضل الصيام بعد رمضان شهر الله المحرم، وأفضل الصلاة بعد الفريضة صلاة الليل. رواه مسلم. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഏറ്റവും അഫ്ളലായ നോമ്പ് മുഹറം മാസത്തിലെടുക്കുന്ന നോമ്പാണ്. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. 5 വഖ്ത് ഫർള് നിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായ നിസ്കാരം രാത്രി നിസ്കാരമാണ്, ഖിയാമുൽ ലൈലാണ്. وعن عائشة رضي الله عنها قالت: لم يكن النبي صلى الله عليه وسلم يصوم من شهر أكثر من شعبان فإنه كان يصوم شعبان كله. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ഷഅബാൻ മാസത്തിലാണ്. ഷഅബാൻ മാസം മുഴുവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുമായിരുന്നു. കാന യസൂമു ഷഅബാന ഇല്ലാ ഖലീല. അതുപോലെ തന്നെ ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിലെ നോമ്പ് ഒഴിവാക്കുമായിരുന്നുള്ളൂ. അപ്പം ഏറ്റവും അഫ്ളലായ നോമ്പ് മുഹറം മാസത്തിലാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ റമദാൻ അല്ലാത്ത ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ഷഅബാൻ മാസത്തിലാണ്. അടുത്ത അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഖാൽ: സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമി അറഫ. അറഫ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ. അറഫ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും എല്ലാ പാപങ്ങളും മാപ്പാക്കപ്പെടാൻ കാരണമാണ്. ഒറ്റ നോമ്പ് അറഫ ദിവസം, അഥവാ ദുൽഹിജ്ജ 9 അന്നുള്ള നോമ്പ്. وعن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم صام يوم عاشوراء وأمر بصيامه. متفق عليه. ആഷൂറ മുഹറം 10. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പെടുക്കുകയും നമ്മോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. മറ്റൊരു ഹദീസിൽ ആ ആഷൂറയുടെ നോമ്പ് മുഹറം 10 നോമ്പിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യുകഫിറു സനതൽ മാദിയ. അത് കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ മാപ്പാക്കപ്പെടാൻ കാരണമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ. അടുത്തൊരു വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പെടുക്കുമായിരുന്നു. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുമ്പ് എന്ത് ചെയ്തു? വഫാത്തായി. അപ്പോൾ റസൂൽ മുഹറം 9 നോമ്പെടുത്തിട്ടില്ല. നോമ്പെടുക്കാൻ ആഗ്രഹിച്ചു. അത് ആ ആഗ്രഹം സഹാബാക്കളോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ റസൂലിന് അത് സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുഹറം 9, 10 നോമ്പെടുക്കുന്നത്. അതിന് പ്രത്യേകത, കഴിഞ്ഞൊരു വർഷത്തെ മുഴുവൻ പാപങ്ങളും അതിലൂടെ മാപ്പാക്കപ്പെടും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം കുറേ ഹദീസ് പറഞ്ഞല്ലോ നമ്മൾ പാപങ്ങൾ മാപ്പാക്കപ്പെടും എന്നുള്ളത്. അങ്ങനെ ഇബാദത്തുകളിലൂടെയൊക്കെ പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നത് ചെറുപാപങ്ങളാണ്. വൻപാപങ്ങൾ തൗബയില്ലാതെ മാപ്പാക്കപ്പെടുകയില്ല. തൗബക്ക് 4 ഷർത്തുകളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 1, ചെയ്തു പോയതിൽ ഖേദിക്കുക, അതാണ് മുമ്പിൽ ഖേദപ്രകടനം നടത്തുക. 2, ഇനി ഒരിക്കലും അത് ചെയ്യൂല, അതിലേക്കൊരു മടക്കമില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 3, അത് പാടെ ഒഴിവാക്കുക, ആ ചെയ്ത കാര്യം പാടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഈ 3 എണ്ണം. 4-മത്തേത്, നമ്മുടെ ചെയ്ത കാര്യങ്ങൾ ദുൽമ്, പരസ്പരം അടിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണെങ്കിൽ, അങ്ങോട്ട് അടിക്കോ ഉദ്രവിക്കോ വേദനിപ്പിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൗബ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഷർത്ത്, തൗബ സ്വീകരിക്കാനുള്ള നിബന്ധന, അയാളിൽ നിന്നും അത് പൊരുത്തപ്പെടിക്കണം, മാപ്പായിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ? അള്ളാഹു തൗബ സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഈ 4 നിബന്ധനകൾ തൗബയിൽ ശ്രദ്ധിക്കുക. മറ്റുള്ള പാപങ്ങളാണ് ഈ അമലുകളിലൂടെ മാപ്പാക്കപ്പെടുന്നത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി